പുനീത്തിന് ചിക്കൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവന്റെ ഭാര്യ സസ്യബുക്കാണ്. കല്യാണത്തിന് മുന്നേ പുനീത്തിനോട് മഞ്ജു എല്ലാം പറഞ്ഞിരുന്നു. നോക്കൂ, ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഞാൻ മീനും മാംസമൊന്നും കഴിക്കില്ല. ഹേയ്, കുഴപ്പമില്ല. നീ എനിക്കുണ്ടാക്കി തന്നാ മതി. ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. ആദ്യ രാത്രിയുടെ പിറ്റേന്ന് തന്നെ പുനീത്തിന്റെ അമ്മ മരിച്ചുപോയി. അമ്മയുള്ളോണ്ട് മാത്രം ആ പുനീറിനെ വളർത്തിയത്. വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ സമയമായി. അപ്പോഴേ പറഞ്ഞതാ, ഇവക്ക് ഒരു പണി ചെയ്യാൻ അറിയില്ല, വെറുതെ പൈസ വാങ്ങാനായിട്ട്. പുനീത്തും ചേട്ടൻ രോഹിത്തും ഒരുമിച്ച് ചേർന്ന് ഒരു ഹോട്ടൽ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ പുനീത്തിന് അതിന്റെ കണക്കൊന്നും അറിയില്ല. രോഹിത് ആണെങ്കിൽ അവനെക്കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കും. എന്നിട്ട് അവൻ വെറുതെ ഇങ്ങനെ ഇരിക്കും. രോഹിത്തിനാണെങ്കിൽ അവന്റെ ആ സ്വത്തുക്കളിൽ നിന്ന് അനിയനെ ദൂരമാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ കാരണം അത് പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ അമ്മയില്ല. പുനീർ, ഇറങ്ങ. സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങ. ഇറങ്ങാം. ഞാൻ എവിടേക്ക് പോകും ചേട്ടാ? ഞാനെങ്ങനെ അതറിയുന്നേ? എവിടേക്കെങ്കിലും പോ. നീയും നിന്റെ ഭാര്യയെ ഈ വീട്ടിൽ കാണാൻ പാടില്ല. ഇറങ്ങാൻ. മഞ്ജു കരഞ്ഞുകൊണ്ട് ജ്യേഷ്ഠത്തിയുടെ കാല് പിടിച്ചു. ദയവ് ഇത് എന്നെ പുറത്താക്കരുത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞുള്ളൂ, ഞങ്ങൾ എവിടെ പോവും? ഈ മന്ദബുദ്ധിൻ എന്തിനാ കല്യാണം കഴിച്ചേ? ഇവന്റെ തലയിലെ ചാണകമാണ്. ഇവനാണെങ്കിൽ ഒരു പണി ചെയ്യാൻ അറിയില്ല, വെറുതെ പൈസ വാങ്ങിക്കാനായിട്ട്. ഇനി ഇവന് പൈസ കൊടുക്കില്ല. ഇറങ്ങിപ്പോടുന്നു. രോഹിത്തും ശീതളും ചേർന്ന് മഞ്ജുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ശീതൾ പക്ഷെ അവക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു സാരിയും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രവും സ്പൂണും മാത്രം എടുത്തു. ചേച്ചി, ഒരു പാത്രവും സ്പൂണും വെച്ച് ഞാൻ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും? ഇതിന്റെ കൂടെ എന്തെങ്കിലും കൂടി തരൂ. പിന്നെ ഇത്ര വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് നീ എന്തുണ്ടാക്കാനാ? നീയാണെങ്കിലോ തിന്നുന്നത് ഉണങ്ങിയ അരി, അതൊക്കെ മതി. പക്ഷെ ഒരു പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അവക്ക് അറിഞ്ഞാലല്ലേ? എന്നാ പിന്നെ ആ പാത്രമേ കൊടുക്കില്ലായിരുന്നു. കിട്ടിയതെല്ലാം എടുത്ത് പുനീതും മഞ്ജുവും ഒരു പുതിയ വീട് അന്വേഷിച്ചിറങ്ങി. മഞ്ജു, എന്നോട് ക്ഷമിക്ക്. ഞാൻ കാരണമല്ലേ കല്യാണം കഴിഞ്ഞ് നീ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നേ. ഇതില് നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങളുടെ ചേട്ടനും ചേഷ്ടത്തിയും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ ചെറുപ്പം തൊട്ട് ഒരു മണ്ടനാ. പഠിത്തത്തിലും പുറകോട്ടായിരുന്നു. അന്ന് തൊട്ടേ ചേട്ടൻ വഴക്ക് പറയും. പക്ഷെ അമ്മ എന്നെ സ്നേഹിച്ചിരുന്നു. അമ്മ മാത്രമായിരുന്നു എൻ്റെ ആശ്വാസം. ഒന്നുമില്ല ചേട്ടാ, ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി അങ്ങോട്ടെല്ലാം ശരിയാകും. എങ്ങനെ ശരിയാവും മഞ്ജു? നമ്മുടെ അടുത്ത് പണവുമില്ല, വീടുമില്ല. എവിടെ താമസിക്കും? എന്തുകൊണ്ട്? ഫുട്പാത്തിൽ എത്ര പേരാ ഉള്ളത്? നമ്മളും അവിടെ നിൽക്കും. പക്ഷെ പണം എവിടുന്ന് കിട്ടും? ഇപ്പൊ നമ്മള് ഭിക്ഷ എടുക്കും, പിന്നെ ബാക്കിയുള്ളത്. മഞ്ജു തന്റെ സാരിയും കുറച്ചു കമ്പുകളും ചേർത്ത് ഒരു ടെന്റ് ഉണ്ടാക്കി. അതിൽ അവർ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ രാവിലെ രണ്ടുപേരും ഭിക്ഷ എടുക്കാൻ തുടങ്ങി. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ സഹായിക്കൂ. ദൈവം ഉറപ്പായി നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്, ഞങ്ങളൊന്ന് സഹായിക്കൂ. പക്ഷെ ഈ രണ്ടുപേരെയും കണ്ട് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. നോക്ക്, ഇവിടെ നോക്ക്. നിങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് കാലം കഴിക്കുമെന്ന് ഒരു കുഴപ്പമില്ലല്ലോ. ചേട്ടാ, എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ആര് ജോലി തരാനാണ്? നിങ്ങൾ തരുവോ? എൻ്റെ അടുത്ത് ജോലിയില്ല. വേറെ എവിടെങ്കിലും പോയാൽ ജോലി കിട്ടില്ലേ? പറയാൻ നേരത്തെ എല്ലാവർക്കും പറയാൻ പറ്റും, പക്ഷെ സമയമാവുമ്പോ എല്ലാവരും പോവും. പക്ഷെ ആ മനുഷ്യനും അവിടെ നിന്ന് പോയി. പക്ഷെ പുനീതിനും മഞ്ജുവിനും വയറ് നിറയ്ക്കണമായിരുന്നു. അവിടെ 15 വയസ്സുള്ള ബണ്ടു ഭിക്ഷ എടുക്കുന്നുണ്ടായിരുന്നു. അവന് മഞ്ജുവിനോടും പുനീതിനോടും സൗഹൃദമായി. ബണ്ടി എന്നും അവർക്ക് കഴിക്കുവാൻ വേണ്ടി ഓരോന്ന് കൊണ്ട് കൊടുക്കുമായിരുന്നു. ചേട്ടാ, അങ്ങനെ ചോദിച്ചാൽ ആരും ഭിക്ഷ തരില്ല. ഭിക്ഷ തരണമെങ്കിൽ അഭിനയിക്കാൻ അറിയണം. ആ, അതെയോ? അതെങ്ങനെ? ചിലപ്പോൾ മുടന്തനാകേണ്ടി വരും, ചിലപ്പോൾ അന്ധനാകേണ്ടി വരും. ഞാനങ്ങനാ ചെയ്യുന്നത്. പുനീതിന് ആ ഐഡിയ വളരെ നന്നായി തോന്നി. അടുത്ത ദിവസം പുനീത് ബണ്ടിയുടെ കൂടെ അന്ധനായി നടന്ന് ഭിക്ഷ എടുത്ത് 400 രൂപ കിട്ടി. മഞ്ജുവിന് സന്തോഷമായി. ബണ്ടി, നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോ. നീ കാരണം ഇന്ന് ഇത്രയും രൂപ കിട്ടിയത്. നിനക്ക് എന്താ വേണ്ടത് തിന്നാൻ? ചിക്കൻ കഴിച്ചിട്ട് ഒരുപാട് നാളായി. അതെ, ഞാനും ചിക്കൻ കഴിച്ചിട്ട് ഒരുപാട് നാളായി. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. അയ്യോ, പാത്രം ഇല്ലല്ലോ. ആ, കുഴപ്പമില്ല, എന്തെങ്കിലും വാങ്ങി വാ, ഞാൻ ഉണ്ടാക്കാം. പുനീത് 1 കിലോ ചിക്കനുമായി വന്നു. അങ്ങനെ ആ ചിക്കൻ അവൾ ആ പാത്രത്തിലിട്ട് തീയും കത്തിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. കലത്തിൽ എങ്ങനെ ചിക്കൻ ഉണ്ടാക്കും? എനിക്കറിയില്ല, നോക്കാം. എന്തായാലും വേറൊന്നും ഇല്ലല്ലോ. മഞ്ജു അതിനകത്ത് ചിക്കനും മഞ്ഞള്, ഉപ്പ്, വെളിച്ചെണ്ണ അങ്ങനെ എല്ലാ മസാലകളും ഇട്ട് അടച്ചു വെച്ചു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം അവൾ ആ ചിക്കന്റെ പാത്രം തുറന്നു. അതിനുള്ള ആ മണം കേട്ടിട്ട് മഞ്ജുവിന്റെ വായിൽ നിന്ന് വരെ വെള്ളം വന്നു. അരേ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. നല്ല സ്മെല്ലുണ്ടല്ലോ. എന്തായാലും കഴിച്ചു നോക്കാം മഞ്ജു. പിന്നെ വേറൊന്നുമില്ലല്ലോ. മഞ്ജു വേഗം തന്നെ ചോറ് വെച്ചു. എന്നിട്ട് ആ പാത്രത്തിലുണ്ടാക്കിയ ചിക്കൻ കറി കൂട്ടി ചോറ് തിന്നു. അരേ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ചോറിന്. അതെ മഞ്ജു ചേച്ചി, ചേച്ചിയല്ലേ ചിക്കൻ ഉണ്ടാക്കിയേ? ഇതുപോലെ ചിക്കൻ ഞാൻ കഴിച്ചിട്ടില്ല. ഞാനും
കലത്തിൽ നന്നായിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. എനിക്കിത് അറിയില്ലായിരുന്നു. ആ 1 കിലോ ചിക്കൻ അവർ 3 പേരും കൂടി കഴിച്ചു തീർത്തു. മഞ്ജി ചേച്ചി, ഇത്ര നന്നായിട്ട് കലത്തിൽ ചിക്കൻ ഉണ്ടാക്കുവാണെങ്കിൽ ഈ ചിക്കൻ നമുക്ക് വിൽക്കാൻ പാടില്ലേ? ആ അതെ, ശരിയാ നിങ്ങൾ പറഞ്ഞത്. ആളുകൾ സാധാരണ ചിക്കൻ കഴിച്ച് മടുത്തിട്ടുണ്ടാകും. കലത്തിലുണ്ടാക്കിയ ചിക്കൻ അവർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ അതിനുവേണ്ടി ഒരുപാട് കാശ് വേണ്ടേ? വലിയ കലം വേണം, കത്തിക്കാനായിട്ട് വിറക് വേണം, മറ്റു പാത്രങ്ങൾ വേണം. ഏകദേശം ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. എവിടുന്ന് കാശ് കിട്ടും? ഞാൻ തരാം. ഭിക്ഷ എടുത്തതിന് കുറച്ച് പൈസ ബിസിനസ്സിനായിട്ട് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ കച്ചവടത്തിൽ ഇറക്കാം. നിങ്ങൾ എന്നെ പാർട്ട്ണറാക്കിയാൽ മതി. അവൾ അടുത്ത ദിവസം മുതൽ ആ പാത്രത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി. ആ മൺപാത്രത്തിൽ ചിക്കന്റെ മണം കേട്ട് എല്ലാവരും വരാൻ തുടങ്ങി. ആ ഫുട്പാത്തിലിരുന്ന് അവൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി. ബണ്ടിയും പുനീതും ആൾക്കാർക്ക് കഴിക്കാൻ കൊടുത്തു. ഇങ്ങനെ ആ ഫുട്പാത്തിലെ മൺപാത്ര ചിക്കൻ ഭയങ്കര ഫേമസ് ആയി. ആരാണോ മഞ്ജുവിനോടും പുനീതിനോടും ജോലി ചെയ്യാൻ പറഞ്ഞത്, അയാൾ ഒരു ദിവസം അവിടെ കഴിക്കാൻ വന്നു. ആ മൺപാത്രത്തിൽ ചിക്കൻ കഴിച്ച് അവർ ഒരുപാട് പുകഴ്ത്തി. കൊള്ളാമല്ലോ. നിങ്ങൾ വലിയ അത്ഭുതമാണല്ലോ കാണിച്ചത്. നന്നായി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കൊള്ളാം, നല്ലത്. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് അവരൊരു കട തുടങ്ങി. ബണ്ടി അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ രോഹിത്തിന്റെ കടയിലാകട്ടെ ആളും തിരക്കുമൊന്നും ഇല്ലാതെയായി. എന്തുകൊണ്ടെന്നാൽ പുനീതായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. പുനീതിന് എല്ലാ കസ്റ്റമേഴ്സിനോടും വളരെ സന്തോഷമായി പെരുമാറിയിരുന്നു. പക്ഷെ രോഹിത്തിന് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കട അടച്ചുപൂട്ടി. 1 വർഷം കഴിഞ്ഞ് പുനീത് ആ കടയും ഏറ്റെടുത്തു. അങ്ങനെ ആ മൺപാത്രത്തിലെ ചിക്കൻ കറി വിറ്റ് ബണ്ടി, പുനീത്, മഞ്ജു എല്ലാവരും വളരെ ധനികരായി. അങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. സുമൻ ദില്ലിയിൽ താമസിക്കുന്നു. അവളുടെ അച്ഛന് ചാട്ടിന്റെ വ്യാപാരമായിരുന്നു. സുമനും അച്ഛനെ ഈ ഒരു കാര്യത്തിൽ സഹായിക്കും. അച്ഛാ, ഇന്നാ എല്ലാ ഗോൾഗപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. മധുര ചട്നി അച്ഛൻ ഉണ്ടാക്കണം. ഞാൻ പച്ച ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. മോളെ സുമൻ, എല്ലാ ജോലിയും നീ തന്നെ ചെയ്യണ്ട. അതെനിക്കൊരു ശീലമായി തീരും. കുറച്ചു നാള് കഴിഞ്ഞ് നീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. പിന്നെ നീയില്ലാതെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതാകും. അതുകൊണ്ട് നീ അധികം ജോലി ചെയ്യണ്ട. മതി കരഞ്ഞത്. സുമൻ, നീ തന്നെ നിന്റെ അച്ഛനെ ഒന്ന് നോക്ക്. ഒരിത്തിരി സമയം കിട്ടിയാ അങ്ങ് വിഷമിച്ചോളും. അച്ഛാ, ഞാൻ അച്ഛനെ ഇട്ടിട്ട് എങ്ങോട്ടും പോവില്ല. എനിക്ക് കല്യാണം കഴിക്കണ്ട. എനിക്ക് അച്ഛനും അമ്മയില്ലാതെ ജീവിക്കാൻ എന്തായാലും പറ്റൂല. ഇല്ല മോളെ, അങ്ങനെ പറയരുത്. പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം. കേശവും എടുക്കനാ. അവിടെ നിനക്ക് സന്തോഷമായിരിക്കും. അവളുടെ കല്യാണം സൂരറ്റിലൊരു പയ്യനുമായി ഉറപ്പിച്ചു. 1 മാസം കഴിഞ്ഞാൽ അവളുടെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ സുമന് വേറൊരു നാട്ടിൽ അച്ഛനും അമ്മയും ഇട്ടിട്ട് പോവാൻ ഭയങ്കര വിഷമമായിരുന്നു. സുമൻ മൂത്തതായിരുന്നു. ഒരു ഇളയ അനിയനുണ്ടായിരുന്നു. അവൻ പഠിക്കുകയാണ്. പതുക്കെ പതുക്കെ 1 മാസം കഴിഞ്ഞു. സുമന്റെ കല്യാണം എത്തി. സുമന്റെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ അവളെ കല്യാണം കഴിപ്പിച്ചു വിടും. കല്യാണം കഴിഞ്ഞ് സുമൻ ദില്ലിയിൽ നിന്നും സൂരറ്റിലേക്ക് വരും. സുമന്റെ ഭർത്താവ് കേശവ് ഒരു ഗ്യാരേജിൽ വണ്ടി ശരിയാക്കുന്ന ജോലിയായിരുന്നു. സുമന് നല്ല വിവരമുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു. മതി മരുമോളെ, ഇനി എനിക്ക് റൊട്ടി വേണ്ട, മോന് കൊടുത്തേരെ. ഒരു റൊട്ടി മതി എനിക്ക്. വയറിപ്പോൾ തന്നെ നിറഞ്ഞു. നല്ല സ്വാദിഷ്ടമായ റൊട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടുതലാ കഴിച്ചത്. എവിടെ അമ്മ? ആകെ 2 ചപ്പാത്തി എന്ന് പറയണ ഒരു വായ്ക്കേ ഉള്ളൂ. ഞാൻ വന്നില്ലേ, ഇനി ചൂട് ചൂട് റൊട്ടി എന്നും എന്റെ അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരും. ഒരടവും നടക്കൂല. മോളെ, ഞങ്ങളുടെ ഭാഗ്യം തന്നെയാ. അതുകൊണ്ടാ നിന്നെ മരുമോളായിട്ട് കിട്ടിയത്. നന്നായിരിക്കെ. അതെ, നിങ്ങളുടെ ടിഫിൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് പിടിക്ക്. ഞാൻ 2 മിനിറ്റിനുള്ളിൽ വരാം. ആ ശരി, ഞാൻ പുറത്ത് ബൈക്കിന്റെ അടുത്ത് കാണും. അമ്മ, വേറെന്തെങ്കിലും സാധനം മേടിക്കണോ? എഴുതിയതൊക്കെ മതി മോളെ. വേറെ എന്തെങ്കിലും നിനക്ക് വേണമെങ്കിൽ അങ്ങ് വാങ്ങിച്ചോ. ശരി, ഞാനപ്പോ കുറച്ച് കഴിഞ്ഞ് വരാം. സുമൻ കേശവിന്റെ കൂടെ മോട്ടോർ സൈക്കിളിരുന്ന് മാർക്കറ്റിൽ പോകും. സുമൻ, കടയിൽ പിന്നീട് പോകാം. നീ ഒറ്റയ്ക്ക് എങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകുന്നേ? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം. കേശവ് അവളെ മാർക്കറ്റിൽ വിട്ട് ഗ്യാരേജിലോട്ട് പോവുകയായിരുന്നു. എവിടുന്നോ അവന്റെ മോട്ടോർ സൈക്കിളിന്റെ മുമ്പിൽ ഒരു കല്ല് വന്ന് വീഴും. കേശവിന്റെ മോട്ടോർ സൈക്കിൾ ആ കല്ലെ ഇടിച്ച് കേശവ് താഴെ വീണുപോകും. നല്ല പരിക്കേറ്റിട്ടുണ്ട് അവന്. സുമൻ കുറച്ചു ദൂരെ പോയുള്ളൂ. എന്റെ ദൈവമേ, ഇതെന്താ സംഭവിച്ചത്? ചേട്ടാ, ഒന്ന് സഹായിക്കാമോ? വിഷമിക്കണ്ട, എല്ലാം ശരിയാക്കാം. കുറച്ചുപേരെ വന്ന് സുമനെ സഹായിച്ച് കേശവനെ ആശുപത്രിയിൽ കൊണ്ടാക്കും. ഡോക്ടർ കേശവിനെ ചികിത്സിക്കാൻ തുടങ്ങും. കുറച്ചേരം കഴിയുമ്പോൾ കേശവിന് സുഖം തോന്നും. വലിയൊരു പരിക്കൊന്നും പറയാനില്ല. പക്ഷെ കേശവിന്റെ കാലിന്റെ എല്ല് പൊട്ടി. 2 ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തി. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. കാലിനൊരു ഫ്രാക്ചറല്ലേ ഉള്ളൂ. റെസ്റ്റ് ചെയ്താ റെഡിയാകുമല്ലോ. വിഷമിക്കണ്ട. ഞാൻ നിന്റെ അമ്മയല്ലേ മോനെ. നിനക്കറിയില്ലല്ലോ ഒരു ചെറിയ മുറിവ് മക്കൾക്ക് വന്ന അമ്മയ്ക്ക് എത്ര വേദനിക്കുമെന്ന്. നിനക്കാണേ വലിയ പരിക്കായറ്റത്. കുറച്ച് ദിവസത്തേക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. ഇനി അങ്ങോട്ട് പോവണ്ട. ഡോക്ടർ 6 മാസത്തെ റെസ്റ്റാ പറഞ്ഞേക്കണേ.
നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, കാശിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാം, അപ്പൊ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോഴേക്ക് സുമന്റെ അച്ഛനും അമ്മയും അവിടെ എത്തുന്നു. സുമൻ ഫോണിൽ കേശവിന്റെ ആക്സിഡന്റ് കാര്യം കേട്ടപ്പോ അവർക്കങ്ങ് ഇരിക്കപ്പുറതിയില്ലാണ്ടായി. മോനെ, പൈസയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ ഇവളെ ചാട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മോളെ, നീ ഇവിടെ ഗോൽക്കപ്പയുണ്ടാക്കി കച്ചവടം ചെയ്യുക. ഉറപ്പായും വിജയിക്കും. ഞാനും തൽക്കാലം നിൽക്കാം. എല്ലാം ശരിയായി കഴിയുമ്പോൾ ഞാൻ മടങ്ങിപ്പോയിക്കോളാം. ആ അച്ഛാ, അത് നന്നായിരിക്കും. ദില്ലിയിലുള്ള ഗോൽഗപ്പ ഇവിടെ നന്നായിട്ട് വിറ്റുപോകും. ഇവിടെയാണെങ്കിൽ അടുത്തൊന്നും ആരും ദില്ലിയിലെ ഗോൽഗപ്പ വിറ്റ് ഞാൻ കണ്ടിട്ടില്ല. കേശവ് മോനെ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അച്ഛനും ഞാനും കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം. ശരി അമ്മേ, ശരി അച്ഛാ. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മരുമോളും അച്ഛനും അമ്മയൊക്കെ ഭാഗ്യമുള്ളവർക്കൊക്കെ കിട്ടൂ. സുമന്റെ അമ്മായിയമ്മയുടെ കണ്ണിൽ കണ്ണുനീര് വന്നു. കേശവനും അമ്മായിയച്ഛനും അമ്മായിയമ്മയും വന്നപ്പോ ധൈര്യം കിട്ടിയതുപോലെയായി. സുമൻ അച്ഛന്റെ കൂടെ ചേർന്ന് ഉന്തുവണ്ടിയിൽ ഗോൽഗപ്പയുടെ വ്യാപാരം തുടങ്ങി. അതിലെഴുതിയിരുന്നത് ദില്ലി വാലെ ഗോൽഗപ്പേ. ഗോൽഗപ്പ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? സൂററ്റിലാണെ പാനിപ്പൂരി തിന്നാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കണ്ട് സുമനും അച്ഛനും ചേർന്ന് ഗോൽഗപ്പയുടെ ഒരു സ്റ്റോള് തുടങ്ങി. അവരുണ്ടാക്കുന്ന ഗോൽഗപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. മോളെ, നീ ഒറ്റയ്ക്ക് കച്ചവടം ചെയ്യാറായി. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകുക. നിന്റെ അനിയനിപ്പോൾ അവിടെ തനിച്ചല്ലേ ഉള്ളത്? അവൻ ഒറ്റയ്ക്കല്ലേ? ഞങ്ങൾ എന്തായാലും തിരിച്ചു പോകുക. അതെ അച്ഛാ, സൂരജ് ഒരുപാട് ദിവസമായിട്ട് ഒറ്റയ്ക്കല്ലേ. അച്ഛനാണെങ്കിൽ ദില്ലിയിലെ വ്യാപാരം നോക്കണ്ടേ? അതും കുറച്ചു ദിവസമായിട്ട് അടഞ്ഞു കിടക്കുകയല്ലേ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. സുമന്റെ അച്ഛനും അമ്മയും തിരിച്ച് ദില്ലിയിലോട്ട് പോവും. അവര് വന്നിട്ട് ഒരുപാട് ദിവസമായിരുന്നു. ഇപ്പൊ എന്നും സുമൻ ഒറ്റയ്ക്ക് തന്നെ ഗോൽഗപ്പയുടെ വ്യാപാരം ചെയ്യുന്നു. അവൾ എന്നും രാവിലെ എണീറ്റ് ഗോൽഗപ്പയുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് മാർക്കറ്റിൽ പോകും. എന്ന് പറഞ്ഞാൽ എന്താ ചേച്ചി, നിങ്ങൾ ഉണ്ടാക്കുന്ന ഗോൽഗപ്പ ഒരു രക്ഷയില്ല. ഞങ്ങൾ കൂട്ടുകാരികൾ ചേർന്ന് ഇവിടെ വരുന്നതേ ഈ ഗോൽഗപ്പ തിന്നാൻ വേണ്ടി തന്നെയാ. അത് ശരിയാണ് ചേച്ചി, നല്ല രുചിയാണ് ഗോൽഗപ്പയ്ക്ക്. അതിന്റെ കൂടെ മധുരമുള്ള വെള്ളം നന്നായി തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ എന്നെ പ്രശംസിച്ചാ എനിക്ക് ജോലി ചെയ്യാൻ നല്ല ഉത്സാഹമായിരിക്കും. ഇന്ന 2 ഗോൽഗപ്പ സന്തോഷത്തിന് ഇരിക്കട്ടെ, കഴിച്ചോ. സുമൻ എന്നും വൈകുന്നേരം ആവുമ്പോൾ ഗോൽഗപ്പയുടെ വ്യാപാരം ചെയ്യും. പതിയെ പതിയെ സുമന്റെ ഗോൽഗപ്പയെ സൂരറ്റിൽ അങ്ങ് പ്രശസ്തിയായി. ഇപ്പൊ അവക്ക് കല്യാണത്തിന്റെയും പാർട്ടിയുടെ ഓർഡർ കിട്ടാൻ തുടങ്ങി. സുമനെ സഹായിക്കാൻ അമ്മായിയമ്മയും കുറവൊന്നുമില്ല. എവിടെയെങ്കിലും കല്യാണത്തിന്റെയോ പാർട്ടിയുടെ ഓർഡർ കിട്ടിയാൽ സുമൻ അവളുടെ അമ്മായിയമ്മയുടെ കൂടെ പോകും. എന്നിട്ട് അവിടെ ഒരു സ്റ്റോൾ ഇടും. സ്റ്റോളിൽ എഴുതിയേക്കുന്നത് ദില്ലി വാലെ ഗോൽഗപ്പ എന്ന് കാണുമ്പോൾ ആൾക്കാരൊക്കെ ചാടി ആദ്യം ഇങ്ങോട്ട് തന്നെ വരും. ഒരുപാട് പൈസ ഉണ്ടാക്കി സുമൻ. എന്നിട്ട് സുമൻ ഒരു ദിവസം ഭർത്താവിന്റെ അടുത്ത് അമ്മയമ്മ അടുത്ത് പറഞ്ഞു, കേൾക്കൂ, ഇപ്പൊ നിങ്ങളുടെ അസുഖത്തിന് ഇച്ചിരി മാറ്റമൊക്കെ ഇല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ ഗ്യാരേജിലെ പണിയങ്ങ് വിട്. നമുക്ക് ഗോൽഗപ്പയുടെ കടയങ്ങ് തുടങ്ങാം. ഇപ്പോഴാണേ നമ്മുടെ കയ്യിൽ നിറച്ച് പൈസ ഉണ്ടല്ലോ. കുറച്ച് ജോലിക്കാരെയും വെക്കാം. സുമൻ, നീ എന്റെ ജീവിതമേ മാറ്റിമറിച്ചു. നീയാണെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. നീ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. നന്നായിരിക്കെന്റെ മക്കളെ. സുമൻ കഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാം നന്നായി തന്നെ നടന്നു. കേശവും സുമനും മാർക്കറ്റിൽ തന്നെ ഒരു കട വാടകയ്ക്കങ്ങെടുക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവര് ജോലി ചെയ്യാൻ 2 ജോലിക്കാരെയും നിയമിക്കുകയും ചെയ്യും. പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നും പോയിരിക്കും. ബുദ്ധിമുട്ട് വരുമ്പോൾ ഒളിച്ചോടാനല്ല, അതിനെ നേരിടാൻ വേണം ശ്രമിക്കേണ്ടത്. എന്നാൽ ജീവിതം നന്നായി തന്നെ പോവും. ആരൊക്കെയാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അവർക്കേ ജയമുണ്ടാവുകയുള്ളൂ. ഇവിടെ ദാ സുമൻ ചെയ്ത പോലെ. അവൾ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒളിച്ചോടിയില്ല, അതിനെ നേരിടുകയാണ് ചെയ്തത്. Thanks for watching.